എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്ത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ജില്ലയിലാണ്. തിരുച്ചെന്തൂർ ജില്ലയിൽ മനോഹരമായിട്ടുള്ള ഒരു മരുഭൂമിയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ നമുക്ക് കഴിയാത്ത അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു മരുഭൂമിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ചുവന്ന മരുഭൂമി, അതായത് നല്ല ചുവപ്പ് കളറിൽ കിടക്കുന്ന മരുഭൂമി. ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് തിരുച്ചെന്തൂർ ജില്ലയിലെ ഈ ഒരു ചുവന്ന മരുഭൂമിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ താമസിക്കുന്നത് തമിഴ്നാട് തൂത്തുക്കുടിയിലാണ്. തൂത്തുക്കുടിയിൽ നിന്നാണ് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തെത്തിയത്. അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ തേരികാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഒരുപാടധികം മരുഭൂമി ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കടൽ തീരം കിടക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ മരുഭൂമി കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ മരുഭൂമിയുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ നാടായ കേരളത്തിൽ നിന്നൊക്കെ കുറച്ചിങ്ങ് മാറി ഇവിടത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിയത്. കാരണം നമ്മുടെ നാട്ടിലെ ഏകദേശം കാടുകളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മളിതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:30 ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ ഇത് തേരികാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തേരികാട് എന്ന് പറയുന്ന സ്ഥലത്ത് തൊട്ട് പിറകിലായിട്ട് ഒരു അടിപൊളി ഒരു കോവിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കോവിലാണ്. അപ്പോൾ ആ കോവിലിൻ്റെ കവാടമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്നും ഏകദേശം കുറച്ചുള്ളിലേക്കൊക്കെ പൊക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൾഗ്രാമങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ വലിയ മരങ്ങളൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. വളരെ ചെറിയ രീതിയിലുള്ള മരങ്ങൾ മാത്രമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റോട്ടിലൂടെ നടന്നുകൊണ്ട് നമുക്ക് മുൻപിലുള്ള ആ ഒരു ചുവന്ന മരുഭൂമിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. തൂത്തുക്കുടിയെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുച്ചെന്തൂർ ജില്ലയിൽ വരുമ്പോൾ വളരെയധികം ചൂടിൻ്റെ കാഠിന്യം കുറച്ച് കുറവാണ്. കാരണം ഞാൻ തിരുനെൽവേലിയിൽ 24 മണിക്കൂറും ഞാൻ ഫാൻ ഇട്ടിട്ടാണ് കിടക്കുന്നത്. വെളുപ്പാങ്കാലം 4 മണിക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 10:30 സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തുള്ള ചൂടാണ് കേട്ടോ നമുക്കവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ഞാൻ കുറേ അങ്ങ് മുമ്പ് തൊട്ടേ ഈ ഒരു മരുഭൂമി കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയില്ല. എന്തായാലും ഈ കോവിലിൻ്റെ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. കോവിലിലേക്ക് എത്തുന്ന പ്രധാന ഒരു റോഡാണ്. ഈ റോഡിന് ഇരുവശത്തായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ കാണുന്ന മരുഭൂമിയാണ് കേട്ടോ. ഇതാണ് ആ ഒരു ചുവന്ന മരുഭൂമി. അപ്പോൾ ഈ കോവിലിൻ്റെ ഇങ്ങോട്ടത്തേക്ക്, അതായത് ബാക്കിൽ നമ്മൾ കണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ഈ ചുവന്ന മണ്ണിൻ്റെ കാഠിന്യം വളരെ കുറവാണ്. പക്ഷേ ഇങ്ങ് കുറേ അങ്ങ് മുൻപിലേക്ക് പോകുമ്പോഴാണ് ഒരുപാടധികം ചുവന്ന മരുഭൂമി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഇവിടെ ഈ തമിഴ്നാട്ടിലെ ഞാൻ ഇന്നലെ എത്തിയ സ്ഥലമുണ്ടല്ലോ, അതായത് തൂത്തുക്കുടി ആണെങ്കിലും ഇതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഉള്ള ഏരിയകളാണെങ്കിലും നമുക്കിവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഇത് കണ്ടോ, ഇത് മുള്ളുള്ള ഒരു സൈസ് ചെടിയാണ്. ഇത് എവിടെ നോക്കിയാലും ഈ ചെടിയാണ്. നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് വച്ചയൊക്കെ വളർന്ന് കിടക്കുമല്ലോ, അതുപോലെയാണ് ഈ ചെടി ഇവിടെ വളർന്ന് കിടക്കുന്നത്. അപ്പോൾ നിരവധി കണ്ടൽക്കാട് പോലത്തെ ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എവിടെ കൂടി പോയാലും എനിക്ക് ആ റോട്ടിലെത്തണം. ആ റോട്ടിലെത്തിയാൽ മാത്രമാണ് നമുക്ക് ബസ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്, ഈ ചുവന്ന മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ കടൽ തീരത്ത് കിടക്കുന്ന മണ്ണുണ്ടല്ലോ, അത് തന്നെയാണ്. അതിൻ്റെ ചുവന്ന ഒരു സൈസ് മണ്ണാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഏകദേശം കിലോമീറ്ററുകളോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് നിരവധി സഞ്ചാരികൾ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കാറൊക്കെ കൊണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമേ. ഇതുണ്ട്, ഇത് നമ്മുടെ അൽക്കേശിയാണെന്ന് തോന്നണേ. ഇതാണ്ട അൽക്കേശി തന്നെയാണ്. അൽക്കേശി വേറൊരു കളർ, ഇത് ഇവിടെ വളരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഈ ഒരു കളറ്. അതുപോലെ ഇവിടെ വേറെന്തോ ഒരു മരം നിൽപ്പുണ്ട്, അതാണ് ഇതെന്ന് പറയുന്നത്. അൽക്കേശിയുടെ കളറുണ്ട്, അത് അൽക്കേശിയാണ്. നമ്മുടെ നാട്ടിലെ അൽക്കേശിയുണ്ട്, കൂപ്പുകളിൽ നട്ടിട്ടിരിക്കുന്ന അൽക്കേശിയ. ആ അൽക്കേശിയാണ് ഈ വെള്ള കളറിൽ കിടക്കുന്നത്. അത് ഈ കാലാവസ്ഥയുടെ എന്തോ വ്യതിയാനങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അത് ഈ ഒരു നിറത്തിലിങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം ഈ ഒരു മരുഭൂമിക്കകത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഇതാണ്ട് ഈ ഒരു മരമാണ്. ഇത് കണ്ട, ഇതെന്തോ ഒരു മുള്ളുള്ള ഒരു സൈസ് മരമാണ്. ഇത് ഈ കാണുന്നത്.
ഇതിൻ്റെ മൂട്ടിലാണെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പം ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ കാലിൽ മൊത്തം മുള്ളടിച്ച് കയറും. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് കാല് മൊത്തം അടിച്ച് കയറി എൻ്റെ ഷൂ ഒക്കെ കുത്തി പൊട്ടിച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് മുന്നിലേക്ക് നടക്കുവാണേ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു മരം നിൽപ്പുണ്ട്. ഇതിനകത്ത് പോവോ അങ്ങനെ ഒന്നുമില്ല. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മരുഭൂമി അങ്ങനെ തുടങ്ങുകയാണേ. നമുക്ക് ഈ മരുഭൂമിയിലൂടെ നടന്നു നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കാണാനുള്ളതെന്ന്. അപ്പോൾ ഇവിടെ നിരവധി സഞ്ചാരികളാണ് ഈ ഒരു മരുഭൂമിയൊക്കെ കാണാനായിട്ട് എത്തുന്നത്. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ പാടുകളും ഒക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനായിട്ട് പറ്റും. ഞാൻ ഇത് ഏകദേശം ആ ബസ് സ്റ്റോപ്പുണ്ട്, ആ കോവിലിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തുന്നത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് നമുക്ക് ഒരുപാടധികം ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഇത് റോഡിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 100-200 മീറ്റർ റോഡിൻ്റെ രണ്ട് സൈഡും വ്യാപിച്ച് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് ആ തേക്കും കാട് കിടക്കുന്ന ആ ഭാഗത്തും കുറച്ചുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് ഈ ഒരു മരുഭൂമിയിലൂടെ നമുക്ക് നടന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറേ അങ്ങ് മുന്നിലേക്ക് നടക്കാനുണ്ട്. ആ സൈഡെല്ലാം നടന്നിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടുതലായിട്ട് കാണാവേ. അങ്ങനെ കയ്യിലെ വെള്ളം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മരുഭൂമിയാണെങ്കിലും ഓരോ വ്യക്തികളുടെ പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ഒരു വേണ്ട ഗ്രില്ലടിച്ചിട്ടുണ്ട്, കണ്ട ഗ്രില്ല് സർവേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് വേറെ ആൾക്കാരുടെ ആയിരിക്കും, അകത്തോട്ടും വേറെ ആൾക്കാരായിരിക്കും. അങ്ങനെ ഞാൻ ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെ തമിഴ്നാട് പോലീസ് പോവുകയാണ് കേട്ടോ. എന്നെ പിടിച്ച് തൂക്കുമെന്തോ. ഇവിടെ എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രത്യേകിച്ചൊരു കുഴപ്പമില്ലാത്ത സ്ഥലമായിരിക്കാം. കുഴപ്പമില്ലായിരിക്കാം, അതുകൊണ്ടാണല്ലോ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വരുന്നത്. വേറെ പാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഉണ്ടോ. പക്ഷെ തൂത്തുക്കുടിയിൽ അത്ര വെയിലിൻ്റെ ആ ഒരു ആഘാതം നമ്മുടെ ഈ ഒരു സ്ഥലത്തില്ല കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം ഞാനിങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ വലിയ താറ് അങ്ങനത്തെ ജീപ്പുകളൊക്കെയാണ് കേട്ടോ ഇവരുകൊണ്ട് ഇങ്ങനെ കറക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള റോഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവരിങ്ങനെ പോകണതിൻ്റെ താരകൾ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഏകദേശം അങ്ങ് എത്തിയാൽ മാത്രമേ ഇത് തീരുമെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ അത് എന്നാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. കാരണം എന്നെപ്പോലെ എല്ലാവർക്കും ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനും ഇങ്ങനെ ഓരോ ജോലിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന യാത്രയിലൂടെ ഒരു വീഡിയോയും കൂടെ എടുക്കുമ്പം അത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും കൂടെ ഒരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അവർക്കും കൂടെ പോകാനായിട്ടുള്ളൊരു പ്രചോദനവും കൂടെ നമ്മുടെ യാത്രയിലൂടെ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം യാത്രകൾ ചെയ്യുന്നതും അതിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് റോഡിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനി എനിക്ക് ഈ മരുഭൂമിക്കകത്ത് കയറാൻ വയ്യ, കാരണം പ്രത്യേകിച്ചൊരു കാഴ്ചയൊന്നുമില്ല. ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് നമ്മളിത് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയ റോഡെന്ന് പറയുന്നത് ഇതാ ഇവിടെയാണേ. ഇതാണ് ആ റോഡ്. വളരെ ചെറിയൊരു റോഡാണ്. ഈ തിരുച്ചെന്തൂർ ജില്ലയെന്ന് പറയുന്നത് വളരെ വലിയ സിറ്റിയാണ് കേട്ടോ ഈ ഒരു ജില്ലയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൂത്തുക്കുടി ജില്ലയെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. എന്നിരുന്നാലും തൂത്തുക്കുടി ജില്ലയുടെ പകുതിയോളം വരും. മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് കേട്ടോ. കോർപ്പറേഷനാണ്, അങ്ങനത്തെ ഒരു ജില്ലയാണ്. പക്ഷെ തൂത്തുക്കുടി തന്നെ പൊളി. തൂത്തുക്കുടിയിൽ അത്യാവശ്യം നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തൂത്തുക്കുടിയിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ്, അത് ഞാൻ പറയാം. വെളുപ്പാങ്കാലം 4 മണിക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഉച്ചയ്ക്കുള്ള ഒരു 10-11:30 ആ ഒരു സമയത്തെ ചൂട് ആണ് നമുക്ക് തൂത്തുക്കുടിയിൽ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ഗ്രാമത്തിലെ റോഡ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുവേ. അപ്പോൾ ഞാൻ ഈ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ റോട്ടിലൂടെ യാത്ര ചെയ്തിരിക്കുകയാണ്. ഏകദേശം കുറച്ച് മുന്നിലൂടെ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇതാ റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ് വരുമെന്ന് പറഞ്ഞ് ഇനി ബസ്സിൽ കയറിയിട്ട് നമുക്ക് തിരുച്ചെന്തൂരിലേക്ക് യാത്ര ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ള പ്രധാന കാഴ്ചയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ പോയ സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തേക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കുറേയധികം ഇങ്ങനെ കൃഷികളൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റുമേ. ഇവിടെ പ്രധാനമായിട്ടും ഈ തെങ്ങാണ് ഇങ്ങനെ നട്ടിട്ടിരിക്കുന്നത്. തെങ്ങ് നട്ടിട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ നിന്ന്
കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്കധികം വള്ളി പിടിക്കാൻ വയ്യ. അതുകൊണ്ട് ജസ്റ്റ് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ വേലി കെട്ടി വെച്ചിരിക്കുന്നതാണ്. റോഡിന് 2 സൈഡിലും വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പരമ്പരാഗതമായിട്ട് നമ്മുടെയൊക്കെ ട്രൈബൽ മേഖലയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തെല്ലാം പ്രധാനമായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് പറങ്ങ്യാവാണ്. പറങ്ങ്യാവിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കറങ്ങി ഇവിടുത്തെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഒരു ഭൂമി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുമേ. അതാ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഇതിനകത്ത് കൂടുതലും മുരിങ്ങയാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ വല്ലതാണോ എന്നറിയത്തില്ല. നമ്മൾ ഏകദേശം ആ ഗ്രാമത്തിലേക്ക് നടന്ന് എത്തിയിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഏകദേശം കുറേ ദൂരം ഇങ്ങനെ നമ്മൾ നടന്നു. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ കുറച്ച് മുരിങ്ങാത്തോട്ടവും കാര്യങ്ങളൊക്കെയാണേ. അപ്പോൾ അതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അത് വേലിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അകത്തും അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി വിട്ടിട്ടുണ്ട് ഈ മുരിങ്ങേനെ. അപ്പോൾ ഇത് വെട്ടി വിട്ടതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെട്ടിവിട്ടാൽ മാത്രമേ ഇത് തിളിർത്തിട്ട് പുതിയ ഇതിനകത്തുനിന്ന് ഉണ്ടായി വരത്തുള്ളേ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിപ്പെന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ ഇങ്ങനെ നമ്മുടെ കശുമാവുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അങ്ങനെ അതാ ഈ വഴിയിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല, ഈ വഴിയിൽ കൂടെ തന്നെ നമുക്ക് നടക്കാം. കുറേ മുമ്പിലേക്ക് നടക്കുമ്പോൾ കുറച്ച് കരിമ്പനം തോട്ടമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ നമുക്ക് താമസിക്കാതെ എന്തായാലും ഒരു മൈക്ക് ഇറക്കണം. മൈക്ക് എടുത്തിരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള നോയ്സ് ക്യാൻസലേഷനൊക്കെ പോയിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ നമുക്കൊരു സാധനം അങ്ങനെ ഒപ്പിക്കണം. പക്ഷേ ഈ ഒരു റോട്ടിലൊന്നും ഒറ്റ മനുഷ്യനെയും കാണുന്നില്ല. അതാണ് വലിയൊരു പ്രത്യേകത. എൻ്റെ വായിക്കകത്താണെങ്കിൽ എന്തോ വലിയൊരു പുണ്ണ് വന്ന് വലിയൊരു കുരു വിരലാണോ എന്തോ അങ്ങനെ വന്നിട്ടാണെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തുണ്ടല്ലോ കുറേ ഇങ്ങനെ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് തെങ്ങ് തന്നെയാണ്. പക്ഷെ ഒറ്റ മനുഷ്യനില്ല ഇവിടെയൊന്നും. ഈ റോഡിൻ്റെ 2 സൈഡ് പനകളാണ്, പനയുമുണ്ട് അതുപോലെ തെങ്ങുമുണ്ട് കേട്ടോ. ഈ തൂത്തുക്കുടി ഭാഗത്തേക്കൊക്കെ പൊക്കഴിഞ്ഞാൽ തെങ്ങൊക്കെ വളരെ കുറവാണ് കേട്ടോ. അവിടുത്തെ കാലാവസ്ഥയിൽ ഇതായിരിക്കാം. ഇവിടേക്ക് വരുമ്പം അത്യാവശ്യം ഒരുപാട് പനകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള അതേ ചൂട് മാത്രമേ ഉള്ളൂ തിരുച്ചെന്തൂർ ജില്ലയിൽ. അതുമല്ല ഫോറസ്റ്റ് റൂട്ടും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു ഗ്രാമത്തിലൂടെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊന്നും വനപ്രദേശമാണെങ്കിൽ അവിടെ വെള്ളമൊന്നുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും നമുക്ക് കടയിൽ കയറി വെള്ളമൊന്ന് മേടിക്കണം. വെള്ളം മേടിച്ചൊന്ന് കുടിച്ചതിന് ശേഷം വേണം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മുന്നിലൊരു കട ഇരിക്കുമെന്ന് പറഞ്ഞ് ആ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ സിറ്റി പോലത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, അതുപോലത്തെ സ്ഥലങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും നിരപ്പാർന്ന പ്രദേശമാണ്. തേരിയും കുന്നും അങ്ങനെയൊന്നുമില്ല, ഒരുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പ്രദേശമാണ് കേട്ടോ തമിഴ്നാട്ടിലെ മിക്ക ജില്ലകളും. ഇവിടെ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് മുരിങ്ങയുടെ തോട്ടമാണ് ഈ കാണുന്നത്. എനിക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റുപറ്റി. അതായത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തൂത്തുക്കുടി ജില്ലയാണ്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പിൽ തൊട്ടാണ് നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ജില്ല. ഇനി പെട്ടെന്നൊന്നും തിരിഞ്ഞു വരണില്ല എന്ന് പറഞ്ഞു. ഇത് തൂത്തുക്കുടി ജില്ലയാണ് കേട്ടോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും ആ മരുഭൂമിയൊക്കെ കണ്ട ആ ഒരു സ്ഥലമൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ റോഡ് സൈഡിൻ്റെ അടുത്ത് കുറച്ച് പശുക്കളൊക്കെ കിടപ്പുണ്ടായി. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ വാഴയും അങ്ങനെ തെങ്ങും അതിൻ്റെ കൃഷികളാണ് കേട്ടോ ഈ റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. അങ്ങനെ വളരെ നിശബ്ദമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ കേരളത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്കുള്ള റോഡുകളൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, ഒരുപാട് ഭംഗിയാണ്. പിന്നെ വെള്ളം പൈപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല, കിണറുകളും. പിന്നെ ഇവിടെ മിക്ക തോട്ടത്തിലും നല്ല വെള്ളത്തിന് വേണ്ടിയിട്ട്
എപ്പോഴും 24 മണിക്കൂറും പൈപ്പുകൾ തുറന്നു വിട്ടിരിക്കും. പക്ഷേ റോഡിൻ്റെ സൈഡുകളിലൊന്നും നമ്മൾ കുടിക്കാനായിട്ട് അങ്ങനെ പൈപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ലേ. രാവിലെ ഇവിടെ കൂടെയൊക്കെ ഞാൻ ബസ്സിനാണ് പോയത്. പക്ഷേ ഞാൻ ഒരുപാട് ദൂരം ഇങ്ങ് നടന്നു വന്ന് കിലോമീറ്ററുകൾ ദൂരം ഇങ്ങ് ഞാൻ നടന്നെത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര സഹകരണമാണ്. ഞാൻ വീഡിയോ എടുക്കാനാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ എടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല സഹകരണമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത് ബസ് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പിന്നെയും നടന്നതാ ഒരു കരിമ്പനം തോട്ടത്തിലെത്തിയ. ഇതാണ് ശരിക്കും കരിമ്പനം, നല്ല കറുകറായിരിക്കുന്നത്. തമിഴ്നാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് ഓരോ സ്ഥലത്തും കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പനകൾ നടുമ്പോൾ ഇത് നല്ല രീതിക്ക് വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. പക്ഷേ ഞാൻ തൂത്തുക്കുടിയിൽ നിന്ന് ആ സ്ഥലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള തണുപ്പാണ്. സിറ്റിയിലുള്ള എല്ലാ തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന തണുപ്പാണ് കേട്ടോ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ സൈഡിലൊക്കെ പ്രധാനമായിട്ടും വാഴ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്ന വാഴ കൃഷികളായിരിക്കും നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ എത്തിപ്പെടുന്നത്. തമിഴ്നാടാണല്ലോ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും വിളയും. പച്ചക്കറി, പഴം, എല്ലാ വർഗ്ഗങ്ങളും വിളയുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. ബാക്കി സംസ്ഥാനത്തൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ എല്ലാം കൃഷിയൊന്നും ഉണ്ടാക്കിയാൽ തന്നെ അത് പിടിക്കത്തില്ല. ചില കൃഷികൾ പിടിക്കും, ചില കൃഷികൾ പിടിക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് തമിഴ്നാട്ടിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ ഇങ്ങനെ എത്തിപ്പെടുമെന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാം നമ്മുടെ ഇങ്ങനെ യാത്രകൾ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ നമ്മൾ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇനി ഇങ്ങനത്തെ ഗ്രാമങ്ങൾ തേടിയിട്ടായിരിക്കും ഞാൻ യാത്ര ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും. എനിക്ക് ബാക്കിലെ അവിടെ ഒരു വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കിട്ടി കേട്ടോ കുടിക്കാനായിട്ട്. ഞാൻ ചോദിച്ചു മേടിച്ചപ്പോൾ ആ ഒരു ചേട്ടൻ ബോട്ടിൽ തന്നെ എടുത്തു തന്നു. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സകല ഉപ്പിൻ്റെ ചെവാണ്. അതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത. ഞാനിവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല റോഡുകളൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിവിടുത്തെ ഒരു കോവിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാഴക്കൊലയൊക്കെ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഓല മേഞ്ഞിട്ടുള്ള ഷെഡുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ ഇങ്ങോട്ടാണ് പോയത്. ഈ വഴി കൂടെ തിരിഞ്ഞിനി ബസ് വരും ഇങ്ങോട്ടേക്ക്. അപ്പം ഈ ഒരു ബസ്സിൽ കൂടെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ തിരുച്ചെന്തൂരെത്തും. തിരുച്ചെന്തൂർ എന്നിട്ട് ഇനി ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് നേരെ നമ്മുടെ തൂത്തുക്കുടിയിലേക്ക് യാത്ര ചെയ്യണേ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണേ. തിരുവനന്തപുരത്ത് നിന്ന് നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് തമിഴ്നാട്ടിലെ തേരികാട് മണൽ പ്രദേശം, അതായത് നല്ല ചുവന്ന മണ്ണ് കിടക്കുന്ന പ്രദേശം, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചകൾ വരും. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ യാത്രകൾ ചെയ്യുന്നത്. അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത്തരം വീഡിയോസ് പിന്നെയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.